ഹലോ എവിടെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പൾസർ 220 കരിസ്മ ആറും കൊണ്ട് ഒരു അടിപൊളി ഓഫ് റോഡ് മല കയറാൻ വന്നേക്കാണ്ടോ. 2015 പൾസർ 220, നമ്മുടെ 2011 കരിസ്മ 6. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു കമ്പയർ ഓഫ് റോഡ് വീഡിയോ ആണ് നിന്നിട്ടോ. അപ്പോൾ ഒരു യൂസർ റിവ്യൂവും കൂടിയിട്ടാണ് പൾസർ 220യുടെ. ഇത് ലൊക്കേഷൻ വരുന്നത് വാഗമൺ അടുത്തിട്ടുള്ള നമ്മുടെ വരാട്ടുമേട് തന്നെ കേട്ടോ. തൊട്ടടുത്ത് പാലക്കുമാർ വാട്ടർഫാൾസ് ഉണ്ട്. ഇതിപ്പോൾ നവംബർ ലാസ്റ്റ് കാരണം മഴ കുറവായിരുന്നു, വെള്ളം കുറവാണ്. അപ്പോൾ അവിടെയൊക്കെ വാഗമൺ ലോവർ പൈൻ വാലി വാഗമൺ ടൗണൊക്കെ അപ്പുറത്താണ്. അങ്ങോട്ട് കട്ടപ്പന ആ ഭാഗത്ത് ഏലപ്പാറയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഇതുപോലത്തെ അഡ്വഞ്ചർ പ്ലേസിലോട്ടുള്ള റൈഡും ഇതുപോലെ അൺഎക്സ്പ്ലോർഡ് പ്ലേസിലോട്ടുള്ള റൈഡൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഇഷ്ടപ്പെട്ടവർക്ക് കയറി കണ്ടു നോക്കട്ടോ. അപ്പോൾ പൾസർ 220 കരിസ്മാറിൻ്റെ ആ ഫാൻസൊക്കെ ഇട്ട് വേഗം കയറി ലൈക്ക് അടിച്ചോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആൽബിൻ്റെ വണ്ടിയാണ് കേട്ടോ, ഇടുക്കിക്കാരൻ ആൽബിൻ്റെ വണ്ടിയാണിത്. അപ്പോൾ എന്തായാലും നമ്മുടെ പൾസർ 220 കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അവൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്കാം. ഒരു 10 കൊല്ലം ആവാറായിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആൽവിൻ. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ട് 220? വണ്ടി അടിപൊളിയല്ലേ? എത്ര നാളെ വണ്ടി വാങ്ങിച്ചിട്ട്? വണ്ടി ഞാൻ സെക്കൻഡ് എടുത്തതാ. ഞാൻ എടുത്തിട്ട് മൂന്ന് കൊല്ലമായി. അപ്പോൾ ഞാൻ 58,000 കിലോമീറ്ററിൽ എടുത്തു. ഇപ്പം ഇനി 1700 കിലോമീറ്ററും കൂടെ ഓടിയാ 1 lakh അടിക്കാം. അതെ അല്ലേ? കിലോമീറ്റർ 1 lakh അടിക്കാൻ നിസ്സാര ദൂരം മാത്രം. ഉള്ളി സെക്കൻഡ് എടുത്ത വണ്ടിയാണ്. ഇപ്പോൾ 9 കൊല്ലം പഴക്കായില്ലേ? വേറെ പണികളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയിൻ സ്പ്രോക്കറ്റ് പണി വരും. അത് എല്ലാം തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതേ പണിയെന്ന് പറയാനുള്ളൂ. എന്നാലും വണ്ടി ഓടിച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ അല്ലേ? പിന്നല്ലാണ്ട് നമ്മുടെ ഹൈ റേഞ്ചുകാരെ സംബന്ധിച്ച് ടോർക്കും വേണം, മൈലേജും വേണം, കംഫർട്ടും വേണം. ഹാൻഡിൽ മാറ്റിയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പക്ഷേ അതാ തിരിക്കുമ്പം കിറ്റ ഇടിക്കുന്നൊരു വിഷയമുണ്ട്. അത് അവിടെ എന്തോ സ്റ്റോപ്പറൊക്കെ കൊടുത്താലേ നിൽക്കുള്ളൂ. ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ പൾസർ 220 പുള്ളി ചെറിയ ഹാൻഡിൽ ബാറൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അത് ഹാൻഡിൽ ബാർ ക്ലിപ്പ് ഹാൻഡിലൊക്കെ മാറ്റിയിട്ട് ബൂക്കിൻ്റെ എന്നാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ പ്ലേറ്റൊക്കെ കയറ്റി ഹൈറ്റ് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വേറെ ലെവലാണ് വണ്ടി 220. അതിൻ്റെ 223. അപ്പോൾ പഴയ 2 ലെജൻഡറി ബൈക്സ് ആണ് ഇന്ത്യയിലെ. വൈഡ് ഹാൻഡിലാണ് ചെറിയൊരു തട്ടുന്ന പ്രശ്നമുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും സൊല്യൂഷനൊക്കെ ആർക്കും അറിയാമെങ്കിൽ പറഞ്ഞു തന്നായിട്ടോ. പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി ഇത് നമ്മൾ ഇതിന്റെ പ്ലേറ്റ് ഡ്രില്ല് ചെയ്യാണ്ട് തന്നെ വെച്ചേക്കുന്നത്. നമുക്ക് ഒരു മോട്ടോഡീസും ഇൻസ്റ്റാ പേജിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു പ്ലേറ്റ്, ആ പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ക്ലിപ്പ് ഓൺ ഇരിക്കുന്ന സെയിം ഹോളിൽ തന്നെ സ്ക്രൂ ചെയ്ത് അതിന്റെ മുകളിലൊരു വേറൊരു ക്ലാമ്പ് കൊടുത്തേക്കുന്നത്. വേറെ അതുകൊണ്ട് നമ്മുടെ പ്ലേറ്റ് ഡ്രില്ല് ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല. ഷോക്ക് അങ്ങനെ ഇരിക്കാൻ ആവശ്യമുള്ള കൊടുത്ത് മാറ്റാം. അപ്പം ഞാൻ ശരിക്കും ഒരു 220 ഫാൻസാണ് കേട്ടോ. പിന്നെ കരിസ്മയുടെ കുറച്ച് ഫാൻസും പുള്ളി കരിസ്മ ഫാനും ഞാൻ 220 ഫാനുമാണ്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുകൂട്ടിയത്. നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിട്ടുണ്ട്, ആവശ്യമുള്ളൊരു കേടി കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ പൾസർ 220 നമ്മുടെ ഇതിനകത്ത് ആദ്യമായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു 180F എൻ്റെ 180Fൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 220 ഫാൻസൊക്കെ കമൻറ്റ് ഇടാം കേട്ടോ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലൊക്കെ. ഞാനിത് കൂടുതൽ അങ്ങനെ പണിതിട്ടില്ല വണ്ടി. നമ്മൾ കരിസ്മ മാത്രമേ പണിതിട്ടുള്ളൂ നമ്മുടെ വണ്ടി. ഇനി അടുത്തത് നമ്മൾ കരിസ്മയുടെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ 220 അല്ലെങ്കിൽ 180 എടുത്തിട്ട് അഡ്വഞ്ചർ ആക്കണം എന്നൊക്കെയാണ് പ്ലാൻ. എന്തായാലും നോക്കാം. അത്യാവശ്യം മൈലേജ് 40ൻ്റെ ഒക്കെ അടുത്ത് 40-45 കിട്ടണമെന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ടോപ്പ് എൻഡിൽ നമുക്ക് കരിസ്മയും കൊണ്ട് പിന്നെ പിടിക്കാൻ പറ്റില്ല. പക്ഷേ ടോർക്കിൽ കരിസ്മ പുലിയാണ്. എന്തായാലും രണ്ടിനും ഏകദേശം പവറൊക്കെ എല്ലാം സിമിലറാണ്. അപ്പോൾ നമ്മുടെ കരിസ്മയിൽ ബാക്ക് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ 130ൻ്റെ വൈഡ് ടയറും 15 വീൽ സൈസിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പൾസറിന് 15 തന്നെ സ്റ്റോക്ക് തന്നെ കേട്ടോ, വൈഡ് വീലൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി ചെയിൻ സ്പ്രോക്കറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. 1500 കണ്ടായെന്നാണ് പറഞ്ഞത്. വണ്ടി ഓൾമോസ്റ്റ് നല്ല അടിപൊളി സാധനമാണ്. ഹാൻഡിൽ ബാർ കുറച്ച് റൈസ് ചെയ്യാറുണ്ട്. ഓഫ് റോഡിനെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സസ്പെൻഷൻ ലിഫ്റ്റും ചെയ്തില്ല, സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. നമ്മുടെ കരിസ്മയ്ക്കാണെങ്കിൽ സസ്പെൻഷനിലൊക്കെ ലിഫ്റ്റ് ചെയ്ത് ബാക്ക് ഫ്രണ്ടിൽ ലിഫ്റ്റ് ചെയ്ത് ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. കരിസ്മയിൽ കാർബറേറ്റ് ഇരിക്കുന്നത് 220 പൾസറിൻ്റെ ഉണ്ട്. കുറച്ച് മൈലേജ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അതിൻ്റേതായ പവർ ഫെയിൽ നമുക്ക് തോന്നുന്നുണ്ട്. കുറച്ച് ബക്ക് തോന്നുന്നുണ്ട് പവർ. 220 വരുമ്പോൾ കാർബറേറ്റ് നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 220 ഓഫ് റോഡ് കയറ്റി വെക്കാം. നമുക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് റോഡ് കയറ്റി പൊളിക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് 220 ഓഫ് റോഡിൽ എങ്ങനെയുണ്ട് നോക്കാം.
അപ്പോൾ നമ്മൾ 220 എക്സ്ട്രീം ഓഫ് റോഡ് കയറ്റാൻ വേണ്ടി വന്നതുണ്ട്. വയനാട്ടുമേടുടെ കയറ്റൊക്കെ എല്ലാവർക്കും അറിയാം, പോയവർക്കൊക്കെ അറിയാം എത്രമാത്രം കയറാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. എന്തായാലും കയറ്റാം. കുറച്ച് ഭാഗമൊക്കെ വണ്ടി എടുത്ത് പൊക്കി വെക്കേണ്ടി വരും. എന്നാലും പരമാവധി അടിയിട്ടാണ്ടൊക്കെ വണ്ടി കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഉരുളങ്കല്ലും വലിയ പാറക്കല്ലും കിടക്കണം, ആകെ പൊളിഞ്ഞടക്കാണ്. മഴയില്ലാത്തതുകൊണ്ട് ഒക്കെ പൊടിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ കരിസ്മയുടെ കൂടെ പിന്നെ ഒരു ഡൊമിനറും ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ വലിയൊരായിട്ട് കയറ്റാം. ആദ്യം ഇപ്പോൾ പൾസർ കയറ്റി നോക്കാം. ഫ്രണ്ട് കയറ്റിയേക്കടാ, ഫ്രണ്ട് കല്ലുമേക്ക് കയറ്റേക്ക്. ആ ആ ഇനി ബാക്കിറക്ക്, എന്നിട്ട് കയറ്റി കുറച്ച് ബാക്ക് എടുക്ക്. മാറേ ഇനി ഒന്ന് ആട്ടിക്കഴിഞ്ഞ് കയറിക്കോളും. അവിടെ എത്തിയാൽ മതി. അപ്പോൾ നമ്മൾ താഴ്ന്ന വലിയ കല്ലുള്ള ഭാഗത്തൊക്കെ സ്റ്റോക്ക് കണ്ടീഷൻ ആയാലും കുറച്ച് വണ്ടി ഫ്രണ്ട് പൊക്കിയും ബാക്ക് പൊക്കിയും കയറണമെന്ന്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വഞ്ചർ രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കയറാൻ പറ്റും കേട്ടോ. പിന്നെ ടയറും നല്ലൊരു ഓഫ് റോഡ് ടയർ ഇട്ട് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഇത് നോർമൽ റോഡ് ടയറാണ് കിടക്കുന്നത്. എന്തായാലും ഓഫ് റോഡിൽ വണ്ടി വളരെ സെറ്റപ്പാണ്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ലോയിൻ്റെ ടോർക്ക് കുറവുണ്ടെന്നുള്ളൂ. കരിസ്മയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി ടോർക്കുണ്ട് ലോയിൻ്റിൽ. അതാണ് തമ്മിലുള്ള ടോർക്കുള്ള വ്യത്യാസം. ടോപ്പ് എൻഡിൽ പക്ഷേ നമുക്ക് പൾസറിനെ പിടിക്കാൻ പറ്റില്ല. 150 പൊട്ടുന്ന പോലെ കയറും. കരിസ്മ എന്നൊക്കെ പറഞ്ഞിട്ട് 120 കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടി മൊത്തത്തിൽ വിറക്കലായിരിക്കും. രണ്ട് വണ്ടിയും ഒരു രക്ഷയില്ലാത്ത വണ്ടികളാണ് ഒരു കാലത്ത്. ഇപ്പോഴും നല്ല ഫാൻസൊക്കെ ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കരിസ്മ പുതിയ മോഡലിറക്കി. 220 ആണെങ്കിൽ അതേ ഇതിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ സെക്കൻഡ് ഹാൻഡിൽ വാങ്ങിക്കാൻ നോക്കുകയാണെങ്കിൽ 220യുടെ സ്പെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതുപോലെ കരിസ്മയ്ക്കാണെങ്കിൽ സ്പെയർ അവൈലബിലിറ്റി വളരെ ശോകമാണ്. നമ്മൾ കാത്തിരുന്ന് നോക്കി പിടിച്ചൊക്കെ എടുക്കേണ്ടി വരും ഓരോ സ്പെയർ പാർട്സും കാര്യങ്ങളെല്ലാം. 220 ആണെങ്കിൽ പരമാവധി കാര്യം ബജാജിന് തന്നെ എത്ര മോഡലുണ്ടെന്ന് അറിയില്ലെങ്കിലും സംഭവം നമുക്ക് സ്പെയർ എല്ലായിടത്തും കിട്ടുന്നതാണ്. പിന്നെ ബജാജിൻ്റെ ആയതുകൊണ്ട് സ്പെയർ പാർട്സിന് അത്രയ്ക്ക് വലിയ റേറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. കരിസ്മ അങ്ങനെയല്ല. ഇപ്പോൾ സംഭവം അവൈലബിലിറ്റി കുറവായതുകൊണ്ട് നല്ല റേറ്റൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കരിസ്മയും 220യും വെച്ചിട്ടുള്ളൊരു ചെറിയൊരു കമ്പയർ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഡീറ്റെയിൽ റൈഡ് വീഡിയോ, ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള പ്ലേസ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു റൈഡ് വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ അൺഎക്സ്പ്ലോർ പ്ലേസിലോട്ട് അഡ്വഞ്ചറായിട്ട് കയറി അതുപോലെ ക്യാമ്പിംഗ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവരൊക്കെ കണ്ടു വെക്കുക. അതുപോലെ കരിസ്മയുടെ റീസ്റ്റോറേഷൻ വീഡിയോ നമ്മുടെ ഫുള്ള് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്.